ഞാൻ എൻ്റെ കുടുംബത്തെയും കൊണ്ടൊരിക്കൽ വാതിൽ പോയി. സാധാരണ ചില ദിവസം പോകാറുണ്ട്, കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോകാറില്ല. അപ്പൊ അന്ന് വാത് പറഞ്ഞപ്പോ 40 വയസ്സുള്ള ഒരു സഹോദരി തൻ്റെ വാപ്പയുടെ അനുജനുമായി ഒളിച്ചോടിയ സംഭവം പത്രത്തിൽ വന്നതെടുത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അങ്ങനെ പോരുത്, ഇങ്ങനെ പോരുത്. വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാം, കൊച്ചാപ്പ ഓടാൻ നിന്നതുകൊണ്ടല്ലേ താത്ത ഓടിയത്, അല്ലെങ്കിൽ താത്ത ഒറ്റയ്ക്കല്ലേ കാണും, കൊച്ചാപ്പ കാര്യം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ, ആണുങ്ങളെ കൂടെ പറയണം? ഇത് ശരിയല്ലേ? നമ്മളെല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ പറയുള്ളൂ. നമ്മള് 30 വയസ്സായാലും 40 വയസ്സായാലും കയറാത്ത ജീൻസൊക്കെ എടുത്തിട്ട് കോംപ്ലാൻ പോയി എന്നും പറഞ്ഞ് വല്ലാത്ത രീതിയിൽ മുടിയൊക്കെ വെസ്റ്റ് ആക്ടറിന്റെ മോഡൽ സഫനിക്കണ പോലെ ഇങ്ങനെ കുറെ മുടിയും കയറ്റി വെച്ച് തേങ്ങ വന്നു വീണ സ്വന്തമായിട്ട് പൊതിഞ്ഞത് പോകും. ആ രീതിയിലാണ് നമ്മുടെ തല. ഇപ്പോഴത്തെ പുതിയ മോഡലാ. അല്ലാഹു അക്ബർ. അതും കൊണ്ടൊക്കെ നടക്കുന്ന പ്രായമേറിയവരുണ്ട്. കൊച്ചുകുട്ടികളാണെങ്കിൽ പോട്ടെ, വിവരമില്ല, അല്ലെങ്കിൽ രക്തത്തിന്റെ തിളപ്പാന്നൊക്കെ പറയാം. പ്രായം ചെന്നവരൊക്കെ ഇല്ലേ, കറുത്ത വെളുത്തിറക്കം നരപ്പിച്ച് അങ്ങോട്ട് വെച്ച് കിടിലനായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോ എല്ലാവരിലും ഈ ആണിലും പെണ്ണിലും ഒക്കെ പൈശാചികത നിറഞ്ഞു വരാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട. മൃഗമായി മനുഷ്യന്മാരുന്ന എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, മനസ്സിരിച്ച് നമ്മൾ ചിന്തിക്കുക. മഹ്ദൂദങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യനായി നമ്മൾ ജീവിക്കണം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത് പിടിച്ച ജീവി കോഴിയാണെങ്കിൽ വികാരം എന്ന് പറയുന്നതിന്റെ മൂർധന്യതയിൽ എത്തിരിക്കുമ്പോ ഹറാമ കടന്നു വരാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ. ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം. ഒരുപാട് പേര് വളരെ നിസ്സാരമായി കാണുന്ന ധാരാളം പേരുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ ഭാര്യമാര് വരെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വനിതാ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേശ്യയല്ല, എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തത് കൊണ്ട്, ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നുപോയത് കൊണ്ട്, ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യപുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പൊട്ടിക്കരഞ്ഞു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ, ഒതുക്കി നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിൽ വെച്ചെല്ലാരെങ്കിലും അപകടമാണ്. നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം. അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു 100 ആൽബങ്ങളാണ് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മാപ്പിളപ്പാട്ടെന്ന പേരില് തുണിയില്ലാത്ത പാട്ടുകള് വീട്ടിന്റെ അടുത്ത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോ അത് മൊഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പോലും ഇരുന്ന് കാണുമ്പോ ഉടനെ ജുമയിലെത്തും, ഉടനെ നഫീസത്തും എന്നൊക്കെ പറഞ്ഞ് 18ഉം 19ഉം വയസ്സായ പെൺകുട്ടികൾ മുട്ടുവരെയുള്ള പാവാറിട്ടുകൊണ്ട് 2 കമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കോലുകൾ നടക്കുമ്പോ അതിലൂടെ മാപ്പിളപ്പാട്ട് പാടി സ്റ്റിപ്പ് വെക്കുമ്പോ താടിയും തടവി തസ്ബീഹും കയ്യിൽ വെച്ചുകൊണ്ട് നിസ്കാരപ്പായിരുന്നുകൊണ്ട് ആണും പെണ്ണും അത് കണ്ടാസ്വദിക്കുമ്പോ അത് സ്വർഗത്തിന്റെ പാട്ടാണെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, അല്ലാഹു ഈ സമുദായത്തിന്റെ അടുത്ത ഏറ്റവും വലിയ പരീക്ഷണത്തിൽപ്പെട്ടതായത് മാറിക്കൊണ്ടിരിക്കുകയാ. പിശാചിന്റെ ഏത് തരത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റോ ആ തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. രണ്ടാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ പിടിച്ച പക്ഷിയുടെ പേര് കാക്ക എന്നാണ്. കാക്കയുടെ സ്വഭാവം എന്തെന്നറിയോ? കാക്കയ്ക്കുള്ള ഒരു ദുസ്വഭാവമാണ്, അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും തികയത്തില്ല. വീട്ടിന്റെ അകത്തൊരു 100 ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാർ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും, നിൽക്കാ ഒന്ന് ചവിട്ടണേ, ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങിച്ചു. ഭർത്താവ് പറയും, ഇനി 150 എണ്ണം വീട്ടിൽ വെച്ചിരിക്കണത് ആരെ കുഴിച്ചാക്കാൻ, അവിടെ ഇരിക്കല്ലേ, നിനക്കത് പോരെ? ഇല്ല, ഞാൻ തൊട്ടിട്ട് വരാം, വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, പോയി തൊട്ടിട്ട് വരാമെന്ന പറയാം. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കടകളിൽ ചെന്നാൽ ഇത് താത്തമാരാരും ചോദിക്കുന്നത്, മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? ഇപ്പൊ കടക്കാരൻ പറയില്ല, വാപ്പാക്കൊരു മുട്ടനാടുണ്ട്. അപ്പോ ഇതാണ് ആദ്യ ചോദ്യം.
ഇതൊക്കെ ധരിക്കോളൂ. ഏത് മോഡൽ മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ ബാക്കി. അപ്പോ അത്യാഗ്രഹം അത്ര കിട്ടിയാലും ഒരു ചാക്ക് അരി എടുത്തിട്ട് 3 കാക്ക മാർക്കിങ്ങനെ ഇട്ട് കൊടുത്തിരുന്ന എവിടെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. അത് മുഴുവനും തിന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മുമ്പ് വന്നിരുന്ന ഒരു ചോറ് ഇങ്ങനെ പൊക്കിയിട്ടെടുത്ത് ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിക്കുക. ഇത് അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും മതി വരൂല. അത് വല്ലാത്ത അത്യാർത്ഥിയാണ്, അത്യാഗ്രഹമാണ്. അവന്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അപകടമാണ്, ആപത്താണ്, ദുഃഖമാണ്, ദുരന്തമാണ്. കണ്ടില്ലേ ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, ചുണക്കുട്ടനാട് സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തറുത്ത് കയ്യറുത്ത് കാലറുത്ത് ലിംഗമറുത്ത് 9 കവറിനകത്താകയിട്ട് വീടിന്റെ പിന്നാമ്പുറത്തുള്ള വേസ്റ്റുകുടിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ സമുദായം ഞെട്ടാത്തതുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പണത്തിനോട് ആദ്യമൂത്തുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന ഭ്രാന്തന്മാര് ഈ ലോകത്ത് ഭ്രാന്തന്മാരായി അകപ്പലിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പലിശ ഹറാമാണെന്ന് പറഞ്ഞെങ്കിൽ എന്തൊക്കെ നീ ദുനിയാവിൽ നേടിയാലും മോനെ നിന്റെ അന്ത്യം ഇങ്ങനെ തന്നെയാ. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സലീം എന്ന സഹോദരൻ ആ കാശ് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. തന്റെ കൂട്ടുകാരൊക്കെ ശരിക്ക് കാശ് ആ സലീമിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അവസാനം സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് വന്നപ്പോ ആ പൈസ ഞാനെങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരുമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ വീടിന്റെ ഹാളിൽ പോയിട്ട് മദ്യം വിളിച്ചു കൊടുത്തു. ആ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്തു. എന്നിട്ടൊരു കൂട്ടുകാരൻ കുടിച്ച് മയങ്ങി വീണപ്പോ 1 കോടി അറക്കുന്ന ലാഘവത്തോട് കൂട്ടുകാരനെ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് പണം കൊടുക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട് അവന്റെ കഴുത്തെടുത്തെടുത്തു, അവന്റെ കൈകാലെടുത്തെടുത്തു. 9 കവറിനകത്താക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ മനുഷ്യനത് ചെയ്യാൻ കഴിയുന്നല്ലോ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഷാനിയാബിരത്തെ ലോകത്തിന്റെ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായി പരിണമിക്കുമ്പോ സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിന്റെ കയ്യടി വാങ്ങുമ്പോ മനുഷ്യരെന്ന പദവിയിൽ നിന്നുകൊണ്ട് മനുഷ്യർ ഒരുപാട് അത്യാർത്ഥിയും അഹങ്കാരവും നടിക്കുമ്പോ ആകാശ ലോകത്തേക്ക് കടന്നുപോയ സുനിതാ വില്യംസ് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള പവർ ഇന്ത്യ രാജ്യത്തിന്റെ തൊലിക്കുറപ്പ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തിന് കഴിയുമെന്ന് പറഞ്ഞപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞതെന്തെന്റെ സഹോദരങ്ങൾക്കറിയോ, മനുഷ്യ നിനക്ക് ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്നുണ്ട്, ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്ന മനുഷ്യന് ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. എത്ര അർത്ഥവത്തായ വാക്ക്. ഒരു ജീവിയും സ്വന്തം കൂടപ്പിറപ്പുകളെ തിന്നാറില്ല. നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല. പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല. മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകമാണ്. മുമ്പ് വെച്ചു കൊടുത്താൽ, തൊട്ട് നക്കാൻ ഇത്തിരി അച്ചാറൂടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തു പൊരിച്ചു തിന്നുന്ന കാടത്തമ്മ ലഭിച്ച അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യനെ ഒരുപാട് നശീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞല്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല. മൂന്നാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മയിലിനെ, നാലാമത് പിടിച്ചത് പരുന്തിനെ. ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവമാണ്. ഒന്നിന് അഹന്ത, ഒന്നിന് അഹങ്കാരം. പരുന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവനെന്ന ചിന്ത. ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത. ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റൂ. നമ്മൾ ആരും വലിയ മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട, ആഖിറത്തിൽ മിടുക്കരായി വരാം. അതിന് വേണ്ടിയിട്ട് സലീമായ ഹൃദയത്തിനല്ലാതെ, അള്ളാഹു ഇഷ്ടപ്പെട്ട പളുങ്ക് പോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷയില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ അഹീനി ഇൻസാനാ വമിത്നി ഇൻസാനാ, എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ ഒരു മനുഷ്യനായി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ്
റസൂല് ദുആ ചെയ്തിട്ടുണ്ട്, മഹാന്മാര് ദുആ ചെയ്തിട്ടുണ്ട്, ആരിഫീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ജയ്ദി മഖ്ദൂമങ്ങളെ പോലെ ദീനിന്റെ കരുത്തരാറ് നേതൃത്വങ്ങൾ നിറകുടങ്ങള് ഈ സമുദായത്തിന്റെ നടുമധ്യത്തിൽ നിന്നുകൊണ്ടെങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും മനുഷ്യനാകാൻ സാധിക്കണം. അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യനാകാ, അനാഥ മക്കളുടെ കണ്ണീരൊപ്പുന്ന മനുഷ്യരാകാ, പാവപ്പെട്ടവരുടെ പട്ടിണി എറിയുന്ന മനുഷ്യരാകാ, കൂടപ്പുറപ്പിന്റെ വേദന എറിയുന്ന മനുഷ്യരാകാ, രോഗിയുടെ വിഷമമറിയുന്ന മനുഷ്യരാകാ, അയൽവാസി അനുഭവിക്കുന്ന വിഷമത്തെ മാറ്റിക്കൊടുക്ക, അവന്റെ കൂടെ തോളോട് തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന മനുഷ്യരാകാ. എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ാര് ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. അടുത്ത വീട്ടിൽ തീ പിടിച്ചാൽ അണയിപ്പവൻ മനിതനോ, അന്ത നേരം ഓടി വന്ന് അണയിപ്പവൻ മനിതനോ, അവനോ മനിതൻ ഇവനോ മനിതൻ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ, അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ. നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിലിരുന്ന് വീടി വലിക്കുമായിരുന്നു അത്രേ. റമളാൻ മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നരകം ഉറപ്പാ. അപ്പൊ അയാൾ പറയാം ഒരു കണക്കിന് അതാ ഉസ്താദെ റാഹത്ത്. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു ദിവസം വീടി വലിക്കണമെങ്കിൽ 50 രൂപയുടെ തീപ്പെട്ടി വേണം, നരകമാകുമ്പോ തീപ്പെട്ടി വേണ്ട, വീടി കാണിച്ചു കൊടുത്താൽ മതി, കത്തിക്കോട്ടെ. എത്ര ലാഘവമാണ്. അപ്പൊ പൊര കത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീടി കൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ, അതല്ല അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ? അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ മനുഷ്യൻ മണ്ണിൽ പലകോടി അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടി. ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യൻ പല കോടിയാണെങ്കിലും അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടിയാണ്. പണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയും. ഇന്ന് ഒരുപാട് ചിരിച്ച് തോളത്ത് കൈയിടുന്നവനാണ് അറുത്ത് കവർണത്താക്കി കുടിച്ചിടുന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത കാലം, സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം. അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പടച്ചിരിക്കുന്നത്. أسفل سافلين ثم رددنا പിന്നെ നാം അവരെ മറക്കുന്നതാ അസ്ഫല സാഫിലീൻ. ഏറ്റവും താഴേക്കിടയിൽ ചെയ്യുന്ന, ഏറ്റവും താഴേക്കിടയിലുള്ള മൃഗങ്ങളെ പോലും ചെയ്യാൻ മടിക്കുന്ന, ക്രൂരത ചെയ്യുന്ന, മനുഷ്യത്തരങ്ങൾ ചെയ്യുന്നവരാക്കി അവരെ പഠിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. പതിനമല്ലേ നമ്മൾ കാണുന്നത്. ഖുർആനിന്റെ മറ്റൊരു ഭാഗം പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഒരു വിഭാഗം ജനങ്ങളുണ്ട്, വലഖദ് റഅയ്നാ ലിജഹന്നം. അവർ നാം പടച്ചിരിക്കുന്നത് നരകത്തിന് വേണ്ടിയാ. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കേണ്ടതിനെ അവർ ചിന്തിക്കുകയില്ല. നമ്മുടെ ഹൃദയം എന്തെല്ലാം ചിന്തിക്കുന്ന ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇപ്പൊ തന്നെ ആലോചിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത്. ഇന്ന് അവളെ കണ്ടില്ല, 9 മണിക്ക് പോയി, 10 മണിക്ക് പോയി, 11 മണിക്ക് പോയി, അള്ളാഹുവെ ആക്കവരെ വാത് കേൾക്കാൻ പോയി, ഇറങ്ങിപ്പോയി. 8 മണിക്ക് കറക്റ്റ് ഉളകി പോകുന്ന കുട്ടിയായിരുന്നു, പോയി കാണാൻ പറ്റിയില്ല, ഇറങ്ങിപ്പോയി. അങ്ങനെ ചിന്തിക്കുന്നവർ. നമ്മുടെ കല്യാണം നടക്കുമെന്നു എല്ലാ ബക്കറ്റിലും 10 രൂപ ഇട്ടിട്ട് ഞാൻ ദുആ ചെയ്യാണ്, റബ്ബേ പടച്ചവനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ, പള്ളിക്കാര് വിലക്കാതെ, ഒളിച്ചോട്ടവും നടത്താതെ, ആപ്പാടെ അമ്മയുടെ മനസ്സൊക്കെ മാറി മഹത്തായി കല്യാണം നടത്തി തരണേ അല്ലോ. അങ്ങനെ ചിന്തിക്കും. ആമീൻ പറഞ്ഞവരുണ്ട് ചിലപ്പോൾ. പിന്നീട് പ്രായം ചെന്നവർ ആമീൻ പറയാൻ നോക്കിയാൽ മതി. അപ്പോ അങ്ങനെ ആ നിയത്ത് ചെയ്യുന്നവരുണ്ട്. കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ, ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യൻ. പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കി. +2 പഠിക്കുന്ന പുസ്തകമൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരന്റെ ഫോട്ടോയൊക്കെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വാപ്പ വിളിക്കും, മോളെ. ഉമ്മ പറയും, വിളിക്കല്ലേ മോള് പഠിക്കുക, എക്സാം എടുത്തിരിക്കുന്നു. എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണത് ഉമ്മച്ചി കാണാനില്ല.
നാക്ക് കുങ്കുമപ്പൂവാണ്, അകത്തിരിക്കണം നോക്കാൻ നേരമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്താ? പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട. എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗ് പറയും. എന്താണെന്നറിയോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ 10 പേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ നിക്കാഹ് നടത്താനുള്ള ഭാഗ്യം പെണ്ണിന്റെ ആ പകിട്ടുകൊണ്ട് പോകുന്നുണ്ട്. വെറുതെ പറഞ്ഞതല്ല, കണ്ട് 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 അനുഭവിച്ചതുകൊണ്ട് പറയാം. ഈ കൊല്ലം കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്ത് നടന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹ്. ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? കൂട്ടുകാരിയോട്, ഞാൻ ഇഷ്ടപ്പെട്ടവനുമായിട്ടുള്ള കല്യാണം എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും മാതാപിതാക്കൾ പറയുന്ന വരനെ തന്നെ കെട്ടി ജീവിക്കാൻ പോകണം. പക്ഷേ ഞാൻ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞ് വിനോദിന്റെ കുഞ്ഞായിരിക്കും. ആരെ കുഞ്ഞ? നമ്മൾ ഓർത്തു നോക്കി. സങ്കടം കൊണ്ട് പറയുക, വിഷമം കൊണ്ട് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ്. അവിടെ ഇവിടെ മുട്ടസൂചി കുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തല നല്ലോലെ മറയ്ക്കുന്നു, മുഖം നല്ലോലെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സ് മലിനമായാൽ പിന്നെ എത്ര വലിയ പറകയിട്ടിട്ടും രക്ഷയില്ല സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹു തന്ന ആയുസ് വെച്ച്, ആരോഗ്യം വെച്ച് പടച്ച റബ്ബിന് വഴങ്ങുന്ന ജീവിതം നയിക്കണേ. അതുകൊണ്ട് ചിന്തിക്കാൻ അല്ലാഹു എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അത് ചിന്തിച്ചുകൂടെ, അത് ചിന്തിച്ചുകൂടെ. പാതിരാ സമയത്ത് മുത്തായ നബി തങ്ങളുടെ കൂടെ കിടക്കുന്ന ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കണ്ണു തുറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. എവിടെ ഹബീബ്? എവിടെ അല്ലാഹുവിന്റെ റസൂൽ? എവിടെ? ഇറങ്ങി വന്ന് നോക്കുമ്പോ പൊന്നാറ് നബിതങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞിടുകയാ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പൊന്നാറ് നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഗോളശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഭൂമിശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വാനശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം കൂട്ടുകാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ആയിഷ. ആ നക്ഷത്രത്തിന് ദൃഷ്ടാന്തമുണ്ട് ആയിഷ. ആ ചന്ദ്രക്കരയിൽ ദൃഷ്ടാന്തമുണ്ട് ആയിഷ. രാപ്പകലുകൾ മാറി വരുന്നതിന് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ആയിഷ. ഇന്ന് ലോകത്തെ പഠിപ്പിച്ചത് മദീനയുടെ മണവാളനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കളെ അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, 7 തട്ടുകളാക്കി ഞാൻ അടുക്കി വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ, ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരുനാഗപ്പള്ളിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ, അതല്ല ആകാശം, അതല്ല ആകാശം. ആകാശം അതിനപ്പുറത്താണ്. ഈ കാണുന്നത് മുണ്ടകത്തുറക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, കാഴ്ചയുടെ അങ്ങേയറ്റം അതാണ്. അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അത് ആകാശമല്ല, ആകാശലോകം അതിനപ്പുറത്താണ്. അപ്പൊ എത്ര അത്ഭുതമായിരിക്കും പ്രിയപ്പെട്ടവര്. അല്ലാഹു ചോദിക്കുന്നു, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ. ഇവിടെ തട്ടുകളാക്കുക പറച്ചു വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ. ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര്, കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് നേരം വെളുക്കുന്നവര്, ചാറ്റിംഗ് നടത്തുന്നവര്, ലോകത്തിന്റെ മനപ്പതികളുടെ എണ്ണം പറയാൻ കരുത്ത് നേടിയ യുവത്വര്, ലോകത്തിലുള്ള സസ്യലതാദികളുടെ പച്ചലുകളുടെ എണ്ണം പറയാൻ കഴിവ് നേടിയ പ്രിയപ്പെട്ട യുവത്വര്, ഭൂമിയുടെ നീളവും വീതിയും അളവും പറയാൻ ആഴവും അളന്നിട്ട്
കമ്പ്യൂട്ടറിലൂടെ കഴിവ് നേടി യുവത്വരെ അള്ളാഹുവിനോട് ചോദിക്കുകയാ, ബുദ്ധി മനലിച്ചിട്ടില്ലാത്തവരെ. വില്യംസ് ആകാശലോകം കീഴടക്കിയപ്പോ കൈയടിച്ചു പോയ സമുദായമേ, ചന്ദ്രനും ചൊവ്വയും കീഴടക്കിയെന്ന് അഭിമാനം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തിൽ മുൽക്ക് നിങ്ങളോട് ചോദിക്കുകയാ, ഞാൻ പടച്ചുവെച്ച നിങ്ങളുടെ ഒരാളുടെയും സഹായമില്ലാതെ ഞാൻ പടച്ചുവെച്ച 7 തട്ടുകളാണ് പടച്ചുവെച്ച ആകാശമുണ്ടല്ലോ, അതിന് വല്ല അപാകതയുണ്ടോ എന്ന് പരിശോധിക്കടാ. അല്ലാഹുവാ പറയുന്നത്, നിന്റെ കണ്ടുപിടുത്തം കൊണ്ടുപോയി പരിശോധിക്കടാ. ഭൂമികുലുക്കം വരുന്നതിന് മുമ്പ്, സുനാമി വരുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അലാറമിട്ടുകൊണ്ട് അറിയിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ എവിടെ? പറന്നുപോയ ഫ്ലൈറ്റുകൾ എവിടെ? നിലത്തൂടെ പോയ തൊഴിലുകൾ എവിടെ? എല്ലാ കടലുകരയിലേക്ക് പടച്ചറപ്പ് കൊണ്ടുവന്നപ്പോ ഒഴുകിപ്പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്ന 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ചോ. 2 പ്രാവശ്യം പരിശോധിച്ചു. തോറ്റ് തുപ്പിയിട്ടുകൊണ്ട് എന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. പടച്ച ആകാശത്തിൽ അപാകതയുണ്ടായിരുന്നെങ്കിൽ നമുക്കിന്നിങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും? ലോജിക്ക്. അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും. എത്രയോ ചിന്തിക്കാൻ. മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. ഒന്നെ അറിവത് ഫർലാമേ, ഒന്നാദനെ അറിവത് സുന്നത്താമേ. നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കൽ നിർബന്ധം, അള്ളാഹയെ കുറിച്ച് പഠിക്കൽ സുന്നത്ത് എന്ന് മഹാന്മാര് പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, സ്വാഭാവികമായും അവനവന്റെ റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതാണ് ചിന്തിക്കാനുള്ളത്. അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയാണ് മൊബൈലുകളിലൂടെ പടച്ചുവിടുന്നത് എന്നത്. നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട്. ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ്. എന്താണെന്നറിയോ? പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചിറക്കുമായിരുന്നു. മക്ക പള്ളിയിൽ നടന്ന സംഭവം, അത്ഭുത സംഭവം. ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ. അപ്പൊ ജിബ്രീൽ വന്നു, വിളിച്ചുണർത്തി, ഉണ്ടൊക്കെ എടുത്തുടിപ്പിച്ച് മദീനയെ ചാരിയിരുത്തി, മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി. ഇത് 51 പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം. ഇത് കേൾക്കുമ്പോൾ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ തുണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ 1000 അടിക്കുന്നു, 2000 അടിക്കുന്നു, 3000 അടിക്കുന്നു, ഇങ്ങനെ അടിച്ചിറക്കി ഇങ്ങനെ കൊടുക്കൽ തന്നെ. ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു. ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു. ഇന്ന് മെസ്സേജിന്റെ കാലമാണ്. മെസ്സേജ് അയച്ചിട്ട് പറയും 50 പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈൽ പൊട്ടിത്തെറിച്ചില്ല. അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാകും എല്ലാവർക്കും. ഇത് ഇന്നിപ്പോ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീനിന്റെ പ്രവർത്തനം ഇറങ്ങി. എന്താണെന്നറിയോ? ഖുർആൻ ഓതാൻ പറഞ്ഞ ഉമ്മാടെ മുഖത്ത് നോക്കി ഖുർആൻ ചവിട്ടിയ മോള് പാമ്പായി റംല, പാമ്പായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കുഞ്ഞുമക്കൾ പെട്ടെന്ന് കാണും. കാരണം ഉമ്മാമാരെ കയ്യിൽ ആദ്യം അത് കിട്ടുക. അവർ കണ്ട ഉടനെ മക്കളെ കണ്ടാ പാമ്പാവും. ഉമ്മ ഖുർആന്റെ വണ്ടയിലാ നിൽക്കണേ. മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റില്ല. ഇതാണോ ദീനിന്റെ പ്രചരണം? ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയയച്ചു വിടുന്നത്. ഇന്നിപ്പോ അള്ളാഹു നമ്മൾ ആലോചിച്ചു നോക്കേ, റബ്ബിനെ കുറിച്ച് എന്തൊക്കെ ജൽപ്പനങ്ങളാണ്. ആപ്പിളിനകത്തല്ല, പേരയ്ക്കകത്തല്ല, കപ്പപ്പഴത്തിനകത്തല്ല, ഏത്തപ്പഴത്തിനകത്തല്ല. ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തു നിന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം. ഏതൊക്കെ തരത്തിലാ? അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ. നമ്മൾ അതിനെന്താ ഓടുന്നില്ല. അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ. നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയുള്ളൂ. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഇന്ന്
നമ്മളോട് പഠിപ്പിച്ച റസൂലുള്ള പറഞ്ഞ അല്ലാഹുവിനെ നമുക്കറിയില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ. അത് അല്ലാഹുവിന്റെ സിംഹാസനമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ്, ആപ്പിളിലും കപ്പപ്പഴത്തിലും അല്ല. അത് കാണാൻ വേണ്ടി മെനക്കെട്ട് കൊണ്ട അങ്ങനെ പലരും പറയും. പ്രിയപ്പെട്ടവരെ, ചില ഗൾഫിൽ നിന്ന് വരുന്നവരാ പ്രശ്നം. ഞാൻ അറബിയുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് അള്ളാഹു ആകാശത്ത് വന്നിട്ട് അല്ല ഞാൻ കണ്ടോണ്ട് നിൽക്കാം. എന്നിട്ട് മൊബൈലിനകത്ത് ഒപ്പിയെടുത്തുകൊണ്ട് നാട്ടിൽ മൊത്തം കാണിക്കും. ആകാശത്ത് അള്ള വന്ന് സുഖാണോ എന്ന് ചോദിച്ചിട്ട് പോയി. കാഞ്ഞിപ്പോഴും അരിയാലാക്കാരെ മോനെ സുഖാണോ? റബിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ ഇങ്ങനെ കാണിക്കുക അള്ള വന്നിട്ട് പോകുന്നത്. എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഈമാൻ കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസ്രായേൽ വരണമെന്ന് പറഞ്ഞവരെ കാസറ്റ് ഇറങ്ങി. ഭയങ്കര പേടിയായിരുന്നു. ദാത്തമാരൊക്കെ വിരട്ടി മച്ച പറഞ്ഞ് കണ്ടാ മറ്റേ കാസറ്റ് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി. കാരണം എന്താ? അസ്രായേൽ സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം. പാപ്പാരെ ചെരുപ്പ് വെട്ടി വീടുണ്ടാക്കി പിള്ളേർ സീഡി ഇങ്ങനെ സീറ്റ് ഇത് സ്റ്റീറിംഗ് ആയിട്ട് വെച്ച് ബ്രന്ന് കൊണ്ട് നടക്കുക. അസ്രായേൽ ഇപ്പൊ അങ്ങനെ. അതുകൊണ്ട് കൃത്രിമമായ ദൈവത്തെ നമ്മൾ ഉദ്ദേശിച്ചാൽ എപ്പോ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ ചെയ്ത പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറക്കിയ നിലനിൽപ്പുണ്ടാവില്ല. എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും നിശ്ചയില്ല.